ജോസഫ്, അധ്യാപകർ, സെല്ലൂർ യൂണിറ്റ് അംഗങ്ങളെ, പ്രിയമുള്ളവരെ, നിങ്ങൾ 12 കഴിഞ്ഞുകൊണ്ട് ഞാൻ വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ചെറിയൊരു കാര്യം പറഞ്ഞു നിർത്തുക. നമ്മുടെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് അറിയാം. നിങ്ങളുടെയൊക്കെ പ്രശ്നം എന്താണ്? പഠിക്കാൻ പറയുന്നത് എന്താ പറയുക? പഠിക്കാൻ പറയുന്നത് എന്താ പറയുന്നത്? മാറ്റി പറയുക അല്ലേ? ഇന്ന് പഠിക്കാൻ, നാളെ പഠിക്കാം, മറ്റന്നാൾ പഠിക്കാൻ എല്ലാവരും മാറ്റി അല്ലേ? ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങളെപ്പോലെ ഒരു പയ്യനുണ്ടായിരുന്നു. ഈ പയ്യനെ പഠിക്കാൻ പറയുമ്പോൾ അവൻ ഭയങ്കര മടിയാണ്. നാളെ ചെയ്യാൻ പഠിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മാറ്റി വയ്ക്കുന്ന ഒരു സ്വഭാവമാണ്. പക്ഷെ അവന് ആഗ്രഹമുണ്ടായിരുന്നു തൻ്റെ കൂട്ടുകാരെക്കാളും എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ മടിയാണ്, ഒന്ന് കാര്യത്തിലും സമയത്ത് ചെയ്തില്ല. അപ്പം അങ്ങനെയാണ് എല്ലാത്തിൽ നിന്നും പിന്തള്ളത്തോട് പോയി. പിന്തള്ളത്തോട് പോയ സമയത്താണ് ആ ഗ്രാമത്തിലെ ഒരു ബുദ്ധസന്യാസി വന്നത്. ഈ ബുദ്ധസന്യാസി വന്നു കഴിഞ്ഞപ്പോൾ ഇവൻ ആ സന്യാസിയെ പേടിക്കുന്നത് എല്ലാ മേഖലയിലും തൻ്റെ കൂട്ടുകാരെക്കാളും മുൻപന്തിയിലെത്താൻ എന്തെങ്കിലും കുറുക്കോ വഴി ലഭിക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഈ സന്യാസിനെ കാണാനായിട്ട് കഴിഞ്ഞു. വളരെ നല്ല തിരക്കായിരുന്നു. ആൾക്കാരൊക്കെ ഒഴുകി കഴിഞ്ഞപ്പോൾ സന്യാസിയുടെ അടുത്തേക്ക് പറഞ്ഞു, എനിക്ക് എല്ലാ കാര്യങ്ങളിലും എൻ്റെ കൂട്ടുകാരെക്കാളും മുകളിലെത്തണം. അപ്പം അതിലെല്ലാം കുറുക്ക് വഴിയുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ സന്യാസി പറഞ്ഞു, പ്രത്യേകിച്ച് കുറുക്ക് വഴികളൊന്നുമില്ല. നീ നിന്റെ ജീവിതത്തിലെ സമയത്തെ മുഴുവൻ നശിപ്പിക്കുകയാണ്. നിന്റെ മൂല്യമായ സമയത്തെ മുഴുവൻ നശിപ്പിക്കുകയാണ്. അപ്പം അത് മാറ്റിയാലേ രക്ഷപ്പെടുള്ളൂ. ഞാൻ ഒരു കഥ പറഞ്ഞു. ഒരു കഥ പറഞ്ഞു. കഥ ഇങ്ങനെയാണ്. ഒരിടത്ത് ഒരു രാജാവുണ്ടായിരുന്നു. മഹാനായ രാജാവായിരുന്നു. എല്ലാവരോടും സ്നേഹവും ദയയും ഒക്കെ പ്രകടിപ്പിക്കുന്ന നല്ലൊരു രാജാവായിരുന്നു. അങ്ങനെ രാജാവ് ഒരു ദിവസം ഇങ്ങനെ ഒരു ഗ്രാമത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ ഒരാളെ കണ്ടത്. അയാളെ രാജാവ് ഒരുമിച്ച് പഠിച്ചിറക്കിയായിരുന്നു. അയാൾ വളരെയധികം കഷ്ടപ്പാട് സഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി. പക്ഷേ അയാൾക്കൊരു കുഴപ്പമുണ്ടായിരുന്നു. അയാൾ മടിയനായിരുന്നു. രാജാവ് അയാളോട് പറഞ്ഞു, ഞാൻ അങ്ങനെ ജോലിക്കൊന്നും അങ്ങനെ പോകാറില്ല. പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ എൻ്റെ നാട്ടുകാരും വീട്ടുകാരും പറയും, എല്ലാവരും പറഞ്ഞു കൊടുക്കും, ഞാൻ സമയത്തൊരു കാര്യം ചെയ്യുകയില്ല. ഇങ്ങനെ മടിപിടിച്ചിരിക്കുന്നതൊക്കെയാണെന്ന് ആരും എനിക്ക് ജോലി തരുന്നില്ല. പാടപ്പാടെ കഷ്ടപ്പാടായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ രാജാവൊന്നും കുഴപ്പമില്ല, നിന്നെ രക്ഷിക്കാം. ഒരു കാര്യം ചെയ്യുക, ഇന്ന് സൂര്യാസ്തമയത്തിന് മുമ്പ് നീ എൻ്റെ ഖജനാവിൽ വന്ന് ആവശ്യത്തിന് സ്വർണ്ണവും രക്തങ്ങളും കൊടുത്തോളാം. വളരെ സന്തോഷമായി. അന്ന് നേരെ ചെന്നു. ഭാര്യയോട് പറഞ്ഞു, രാജാവ് പറഞ്ഞിട്ടുണ്ട്, സൂര്യാസ്തമയത്തിന് മുമ്പ് അവിടെ ചെന്ന് ആവശ്യമുള്ള സ്വർണ്ണവും രക്തങ്ങളും എടുത്തോ, അതെനിക്ക് സ്വന്തമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭാര്യ പറഞ്ഞ കാര്യം നെല്ലൊക്കെ വയ്ക്കോ, ആവശ്യത്തിന് ഭാര്യ എടുത്തോളാം. ഇതിപ്പോൾ നന്നായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ആഹാരം കഴിച്ചിട്ട് പതുക്കെ പോകാമെന്നുള്ളത്. അങ്ങനെ പുള്ളി ആഹാരം കഴിക്കാനായിട്ട് ആഹാരം കഴിച്ച് കഴിയുമ്പോഴേക്ക് ഒരു ക്ഷീണമുണ്ട്. രാവിലെ സമയം കുറച്ച് നേരം ഉറങ്ങിയിട്ട് പോകാമെന്നുള്ളത്. അങ്ങനെ പുള്ളിക്കാരൻ കുറച്ച് 2 മണിക്കൂർ കിടന്ന് ഉറങ്ങി കഴിയുമ്പോൾ ഉച്ചയായി. അപ്പോൾ തന്നെ പുള്ളിക്ക് മനസ്സിലായി സൂര്യാസ്തമയത്തിന് പ്രവർത്തിക്കുന്ന ആവശ്യത്തിന് സ്വർണ്ണമൊക്കെ എടുത്തുപോകും. അങ്ങനെ പുള്ളി രാജകൊട്ടാരത്തിലേക്ക് കാണാനായിട്ട് വന്നത്. കുറച്ച് നേരം നല്ല സൂര്യനെ നിൽക്കുന്നു. ക്ഷീണം. ഉടനെ ഒരു മരത്തല കണ്ടു. ആ മരത്തലയുടെ ചവിട്ടിൽ അദ്ദേഹം ഇത് വിശ്രമിക്കാമെന്ന് ഇരുന്നു. അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. അങ്ങനെ 4 മണിക്കൂർ ഉറങ്ങി. അവസാനം നേരം വൈകുന്നേരം
Papa.